ഇയാളെ ഇങ്ങനെ വിട്ടാ ശരിയാകത്തില്ല. മെമ്പറേ, ആ നീ ഇതെവിടെ പോയി കിടക്കുവായിരുന്നടാ? മെമ്പർ അവിടെ ഇലക്ഷന് മുമ്പുള്ള ജനമുന്നേറ്റ യാത്രയില്ലേ, അതിന്റെ കുറച്ച് പരിപാടിയായിട്ട് തിരക്കായിരുന്നു. ഇവിടെ എന്താ സംഭവം? ഓ ഒന്നും പറയണ്ടടാ. ഞാൻ രാവിലെ സാരി ഉടുത്തോണ്ട് പഞ്ചായത്തിൽ പോകാനായിട്ട് ഇറങ്ങിയതാ. അപ്പൊ എൻ്റെ റാണിമോള് പറഞ്ഞു, അമ്മ എന്നും സാരി അല്ലേ ഉടുക്കുന്നത്, ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി ചുരിദാർ ഇട്ടോണ്ട് പോകാൻ. ഞാൻ ചുരിദാർ ഇട്ടോണ്ട് പഞ്ചായത്തിന്റെ മുന്നിൽ ചെന്നടാ. ആ MDU-കാരനെ പരിസരത്ത് അടുപ്പിച്ചില്ല. ഞാൻ ചുരിദാർ ഇട്ടോണ്ട് ചെന്നതിന് അവന്മാര് പഞ്ചായത്തിന് മുന്നിൽ ഭയങ്കര പ്രതിഷേധം. എന്നിട്ട് മെമ്പർ മേടിച്ച് തിരിച്ചു പോന്നോ? പേടിക്കാനോ? ഈ മെമ്പർ ദേവകിയോ മിണി പുളിക്കും. ഞാൻ അവിടെ തന്നെ നിൽക്കാന്ന് വെച്ചതാ. പക്ഷെ അവിടെ ഭയങ്കര വെയില്. അവിടെ ഇന്ന് വെറുതെ തലവേദന എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നു. അല്ലാതെ പേടിച്ചൊന്നും പോകുന്നൊന്നുമല്ല. ഇതിപ്പോ നാട്ടുകാരെല്ലാരും പറയും മെമ്പർ മേടിച്ചാണ് തിരിച്ചു വന്നതെന്ന്. അങ്ങനെ പറയൂ? അങ്ങനെ പറയും. നീ ഇപ്പൊ എന്ത് ചെയ്യൂടാ? പ്രതിഷേധിക്കണം, ശക്തമായി പ്രതിഷേധിക്കണം. ഞാൻ ഹൈക്കമാൻഡിലേക്ക് ഒന്ന് വിളിക്കട്ടെ. ഓ ഹൈക്കമാൻഡിലൊന്നും വിളിക്കണ്ട. അവിടെ ഞാൻ രാവിലെ വിളിച്ചതാ. അവരെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഭയങ്കര തിരക്കിലാ. എൻ്റെ കാര്യം ഒന്ന് പ്രത്യേകം പരിഗണിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരൊന്നും വരാൻ പോകുന്നില്ല. എനിക്ക് ഒരു ഐഡിയ ഉണ്ട്. എന്തുവാടാ? ഞാൻ ഈ പത്രക്കാരൻ ന്യൂസുകാരൻ്റെയൊക്കെ ഒന്ന് വിളിക്കാം. അപ്പൊ ഈ സംഭവം ഒന്ന് കൊഴുക്കുമല്ലോ. ആ അത് നല്ലൊരു ഐഡിയ. വിളിക്ക്. ഹലോ, BTV ന്യൂസ് അല്ലേ? ഇന്ന് നമ്മുടെ പാലാറ്റിൻകര ഗ്രാമപഞ്ചായത്തിൽ ഒരു അനിഷ്ട സംഭവം നടന്നു. ADU-വിന്റെ വനിതാ നേതാവും മെമ്പറുമായ ദേവകിയെ ചുരിദാർ ഇട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ പോയി എന്നതിന്റെ പേരിൽ MDU-വിന്റെ പാർട്ടി ഗുണ്ടകൾ വഴിയിൽ തടഞ്ഞു നിർത്തി. ഇതിനെതിരെ ഒരു വാർത്ത കൊടുക്കണം. കൊടുക്കൂലേ? അല്ല, ഹലോ ഹലോ, എന്താടാ? അവര് കൊടുക്കൂല. ഈ ചുരിദാറിന്റെ കഥയ്ക്കൊന്നും റേറ്റിംഗ് ഇല്ല. ചുമയാവൻ പറ. ഇതൊക്കെ യുവമാരൊക്കെ മറ്റേ ഫണ്ട് ചെയ്യണതേ MDU-വിന്റെ ആൾക്കാരാ. അതിന്റെ എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു പ്രതിഷേധമായിട്ടേ പഞ്ചായത്തിന്റെ മുന്നിൽ പോയി അങ്ങോട്ട് ഇരിക്കണം. അപ്പൊ ഈ വരത്തില്ലെന്ന് പറഞ്ഞ ചാനലുകാരും പത്രക്കാരും ഒക്കെ നമ്മളെ തേടി നമ്മുടെ പുറകെ വരും. എങ്ങനെ? ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവാൻ പറ. അല്ല, ഒരു കുഴപ്പമുണ്ടല്ലോടാ കൊച്ചാപ്പി. എന്ത് കുഴപ്പം? എടാ കൊച്ചാപ്പി, ഇത് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടടാ. എന്നാൽ ഇതൊരുമാതിരി ചെയ്ത്തായി പോയി മെമ്പറെ. എന്തുവാടാ അങ്ങനെ പറയുന്നത്? എടാ, നമ്മളൊരു പ്രതിഷേധത്തിനല്ലേ പോകുന്നത്. അപ്പൊ പ്രതിഷേധത്തിൻ്റെതായിട്ടുള്ള ഒരു രീതിക്ക് വേണ്ടിടാ പോവാൻ. എന്നെ ചുരിദാർ ഇട്ട് എടുത്തോണ്ട് പോണാണോ രീതി? എടാ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ പ്രതിഷേധിക്കാൻ പോകുന്നത്? മെമ്പറെ ചുരിദാർ ഇട്ടുകൊണ്ട് വഴിയിൽ വെച്ച് തടഞ്ഞേന്. ആന്നേ. അപ്പൊ പ്രതിഷേധത്തിന് പോകുന്ന എല്ലാവരും ചുരിദാർ ഇട്ടുകൊണ്ട് വേണം പോകാൻ. അതാ അതിന്റെ ഒരു രീതി. എടാ, ഒന്നുമില്ലേലും ഈ മെമ്പർ ദേവകി ചേച്ചിക്ക് വേണ്ടിയിട്ടല്ലേടാ. ഇതൊക്കെ TV-യിലൂടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്റെ രാഷ്ട്രീയ ഭാവി പോയില്ലേ? എന്ത് രാഷ്ട്രീയ ഭാവി പോകാൻ? എടാ, എന്തും പാർട്ടിക്ക് വേണ്ടി സഹിക്കുന്ന ഒരു അണി എന്നുള്ള നിലയിൽ പാർട്ടിക്കാർ നിന്നെ എടുത്ത് തലയെ കയറ്റും, നിന്നെ ഉയരങ്ങളിൽ എത്തിക്കും, നിന്റെ പേര് തങ്ക ലിപികളിൽ കൊത്തിവെക്കും. അറിയാവോ? നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തുവാടാ വിളിക്കുന്നത്? ഇവിടെ അല്ലെങ്കിൽ തുണിയില്ലാതെ നിൽക്കുന്നോ? ഇത് കണ്ട ആരോ ചിരിക്കത്ത്. എന്നാ നിനക്ക് വേറെ വല്ലതും കൂടെ ഞാൻ കാണിച്ചാടാ. കൊച്ചാപ്പി, സ്റ്റേ, ബിഹേവ് യുവർസെൽഫ്. രണ്ടാളും കൂടെ എങ്ങോട്ടാണെന്നും എന്തിനാണെന്നൊക്കെ നീയൊക്കെ വഴിയെ മനസ്സിലാക്കിക്കോളും. ഇന്ന് ഞങ്ങളുടെ ഈ പഞ്ചായത്തിൽ നടത്തുന്ന പ്രതിഷേധം കണ്ടിട്ടേ ഈ പാലേറ്റങ്കര പഞ്ചായത്ത് മുഴുവൻ ഞെട്ടും. ഞാൻ എപ്പോഴും ഞെട്ടി. കണ്ടോ മെമ്പറെ, അവന്മാരെല്ലാം കൂടി കളിയാക്കുന്നേ. എടാ, കളിയാക്കുന്നവര് കളിയാക്കിട്ടാ. നമ്മൾ ഇതിലൊന്നും തളരാൻ പാടില്ല. ഈ പ്രതിഷേധം വിജയിപ്പിക്കേണ്ടതേ നമ്മുടെ മാത്രം ഉത്തരവാദിത്വം. അറിയാവോ? എന്താടാ? ഒന്നുമില്ല. അന്ന് വാ. ആശാനെ, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. സംഭവം കലക്കി. എടാ, നമ്മുടെ പിള്ളേര് നല്ല പണി കൊടുത്തിട്ടുണ്ട്. അവളെ ഉണ്ടല്ല പഞ്ചായത്തിന്റെ ഏരിയയിലേക്ക് പോലും അടുപ്പിച്ചിട്ടില്ല. ഞാൻ അവിടെ ഇല്ലാണ്ടായി പോയില്ലേ. നീ പേടിക്കണ്ട, ഇതൊരു തുടക്കം മാത്രമല്ലേ, ഇനി കിടക്കുകയല്ലേ. ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് ആണ്. നീ നമുക്ക് സെറ്റപ്പ് ആക്കടാ. നമുക്കത് ആഘോഷിക്കണം ആശാനെ. യെസ് യെസ് യെസ്, പിന്നെ ആഘോഷിക്കാം. നീ ഇപ്പൊ അവിടെ
ഞാനിവിടെ ഉണ്ട്. ഞാനെന്നാ അങ്ങോട്ട് ആശാന്റെ അടുത്തേക്ക് വരട്ടെ? ആ ഞാനിപ്പോ വീട്ടിലേക്ക് നടക്കുകയാണ്. വാ, നീ നമുക്ക് അവളുടെ മുമ്പിൽ വെച്ചൊന്ന് ആഘോഷിക്കാട്ടാ. വാ 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 വേഗം വേഗം വാ. ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാനാണ്. വേറൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എൻ്റെ അമ്മ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്. ഇതാ നിൽക്കുന്നു എൻ്റെ അമ്മ. അമ്മ ഇന്ന് ഈ ചുരിദാർ ഇട്ട് പഞ്ചായത്ത് വരെ ഒന്ന് പോയി. അത് കണ്ട് ഇഷ്ടപ്പെടാഞ്ഞ അസൂയ മൂത്ത് എതിർ പാർട്ടിക്കാർ വളരെയധികം പ്രശ്നം ഉണ്ടാക്കി. ഭയങ്കര പ്രശ്നമായിരുന്നു. നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ ആ വീഡിയോസ്. അപ്പം നമുക്ക് എൻ്റെ അമ്മയോട് എന്താ അമ്മയ്ക്ക് പറയാനുള്ളതെന്ന് ചോദിക്കാം. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? അമ്മ ലൈവായിട്ട് പറയൂ. നമ്മുടെ ആൾക്കാർ ഓഡിയൻസ് കേൾക്കാൻ റെഡി ആയിരിക്കും. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദേവകിയാണ്. ഞാൻ ഇന്ന് ആദ്യമായിട്ട് പഞ്ചായത്തിൽ ചുരിദാർ ഇട്ടുകൊണ്ട് പോയപ്പോൾ എൻ്റെ എതിർ പാർട്ടിക്കാർ പ്രതിഷേധം സംഘടിപ്പിക്കുകയും എന്നെ പഞ്ചായത്തിനകത്ത് കയറാൻ സമ്മതിക്കാതെ പുറത്ത് നിർത്തുകയും ചെയ്തു. ഇതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കും. അതിനായിട്ട് ഞാൻ എൻ്റെ അണികളെ ഇതുപോലെ ചുരിദാർ ഇട്ടുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിൻ്റെ മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഈ പാർട്ടി ഇന്ന് ഞങ്ങളുടെ പ്രതിഷേധം കണ്ട് ഞെട്ടണം. ആ ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഈ പ്രതിഷേധം വൻ വിജയമാക്കാനായിട്ട് നാട്ടുകാരെല്ലാവരും കൂടെ നിൽക്കണമെന്നൊരു ഒറ്റ അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. തീർച്ചയായിട്ടും അമ്മേ. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാം കേട്ടല്ലോ. ഇതാണ് അവരുടെ ചുരിദാർ. എനിക്കും ഇഷ്ടപ്പെട്ടു. നല്ലൊരു പുതിയൊരു ഐഡിയ, പുതിയൊരു കോൺസെപ്റ്റാണ്. നമുക്ക് ഇത് വെച്ചിട്ട് പ്രതിഷേധിക്കാം. എന്തായാലും അമ്മേ, ഈ വീഡിയോ ഹിറ്റാക്കണം. നമുക്ക് സ്കോർ ചെയ്യണം. എന്താണ് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതുണ്ട് ഇവിടെ? ചിരിക്കടോ ചിരിക്ക്. ഈ ചിരിയെ തൻ്റെ മുഖത്ത് അധികം നേരം ഉണ്ടാവത്തില്ല. എടി റാണിമോളെ, വീഡിയോ എടുക്കണമെങ്കിൽ എടുത്തോ, നല്ല റീച്ച് കിട്ടും. വീഡിയോ ഒക്കെ അവളെ എപ്പോഴേ എടുത്ത്. തനിക്കുള്ള പണി ഉടനെ പുറകെ വരുന്നുണ്ട്. ചുമ്മാ പേടിപ്പിക്കാതെ. നീ ഒന്നും വിചാരിച്ചാൽ എന്നെ എൻ്റെ പാർട്ടീനെ ഒന്നും ഒരു ചുക്കം ചെയ്യാൻ പറ്റണില്ല. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പേടിക്കത്തുമില്ലല്ലേ? ഇല്ല. എന്നാലേ നീ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. അതെ, നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് ചുരിദാർ ഇട്ടിട്ട് നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് വരെ പോകണം. അവിടെ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. അതിൻ്റെ എഗനസ്റ്റ് ആയിട്ട് നമ്മൾ പ്രതിഷേധിക്കണം. മാക്സിമം എത്ര ആൾക്കാരെ കൂട്ടാൻ പറ്റുന്നോ അത്ര ആൾക്കാരെ കൂട്ടിക്കും. റാണി എന്തോ ടെൻഷനിലാണ് തോന്നുന്നു. ഞാനേ കുറച്ച് ആൾക്കാരെ കൂട്ടും. ഒരു ചെറിയൊരു പ്രതിഷേധം ഉണ്ട്. അതിന് എന്ത് പ്രതിഷേധം? ചേട്ടൻ ഇന്ന് രാവിലെ കണ്ടല്ലേ അമ്മ ചുരിദാർ ഇട്ട് പഞ്ചായത്തിൽ പോകുന്നത്? അത്രേ ചെയ്തോളൂ. അമ്മ ചെറുതായിട്ട് ചുരിദാർ ഇട്ട് പഞ്ചായത്തിലൊന്ന് പോയി. അത് കണ്ടിട്ടേ നമ്മുടെ പ്രതിപക്ഷ പാർട്ടിയില്ലേ, അതായത് അച്ഛൻ്റെ പാർട്ടി, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരോട് ഭയങ്കര പ്രശ്നം. അപ്പൊ അതിനാളിനെ കൂട്ടുന്ന. ഓ അങ്ങനെ. അല്ല, സുജിത്തേട്ടൻ കൂടുന്നോ? എന്താ വിളിച്ച്? സുജിത്തേട്ടൻ കൂടുന്നോ? അല്ല, അത് പ്രശ്നമില്ലേ? ഞാൻ വിളിച്ച സുജിത്തേട്ടൻ വരാതിരിക്കത്തില്ലല്ലോ. റാണി വിളിച്ച സുജിത്തേട്ടൻ ഏത് പ്രതിഷേധത്തിനും വരും. ശരിക്കും. ഈ തെണ്ടി എന്താ ഇവിടെ? എന്റെ അമ്മേനെ നിങ്ങളുടെ പാർട്ടിക്കാർ തടഞ്ഞപ്പോ സമാധാനമായി കാണുമല്ലോ. കുറച്ചെങ്കിലും മര്യാദ വേണ്ട ദാസേട്ടാ. വലിയ പുരോഗമന പാർട്ടിയാ പോലും എന്നിട്ട് ഒരാൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം പോലും ധരിക്കാൻ നിങ്ങൾ അനുവദിക്കത്തില്ല. അയ്യോ റാണി, അങ്ങനെയല്ല സംഭവം. ഞാനിപ്പോഴാണ് അറിഞ്ഞത്. മുന്നേ അറിഞ്ഞിട്ട് ദാസേട്ടൻ സമ്മതിക്കില്ല. ഇനിയൊന്നും പറയണ്ട. ഇതേ സുഹൃത്തേട്ടനെ നോക്ക്. ഞങ്ങളെല്ലാരും കൂടെ ചേർന്ന് പ്രതിഷേധത്തിന് പോവാ. സംഭവം നിങ്ങളുടെ ഭാഗത്ത് ഇനി ന്യായം. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ പ്രതിഷേധിക്കണം. അല്ല, എനിക്ക് ദാസേട്ടനും കൂടെ കൂടിക്കോ. ന്യായത്തിന്റെ കൂടെ നിൽക്കുന്ന ആളല്ലേ യഥാർത്ഥ നേതാവ്. അയ്യോ, അത് പറ്റില്ല. പാർട്ടിക്ക് ഭയങ്കര പ്രശ്നവും. പേടി അതങ്ങ് സമ്മതിക്കും. ദേ സുഹൃത്തേട്ടനെ നോക്ക്. ഞാനൊരു വാക്ക് പറഞ്ഞപ്പോഴേ എൻ്റെ കൂടെ വരുവാ. ഇനി ഇതും പറഞ്ഞ് ഈ തെണ്ടി വിളിയും കൊണ്ട് പോവോ? അനുവദിക്കരുത്. ആശാനോട് എന്ത് പറയും? എന്തേലും പറയാം. എന്നാ ഞാനും വരാം നിങ്ങളുടെ. അപ്പൊ പാർട്ടിയോ? അത് നീതിക്ക് ന്യായത്തിന് മുകളിലുള്ള ഒരു പാർട്ടിയും ഞാനുണ്ട് നിങ്ങളുടെ പ്രതിഷേധത്തിന്. ശരിക്കും എന്താണ് ഇതൊക്കെ? ആശാനെ പയ്യ. അതെ ആശാനെ, ഇപ്പൊ സ്പൈകളുടെ കാലമല്ലേ. ഞങ്ങൾ ഈ വേഷത്തിൽ അവരുടെ പ്രതിഷേധത്തിൽ കയറി പങ്കെടുക്കുന്നു. എന്നിട്ട് അവരുടെ പ്രതിഷേധം കുളം തൊടുന്നു. എന്റെ ദൈവമേ, ഞാനുണ്ടല്ലോ ഒരു നിമിഷത്തേക്ക് നെഞ്ച് പെടഞ്ഞു പോയിട്ടാ. ഞങ്ങൾ ആശാനെ ചതിക്കൂ. ആശാന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. എന്റെ അനുഗ്രഹവും പ്രാർത്ഥന നിങ്ങളുടെ ഒപ്പം ഉണ്ട്. ഓൾ ദ ബെസ്റ്റ്. അവള് വിചാരിച്ചിട്ടുണ്ടാവും അവളൊക്കെ നിങ്ങളൊക്കെ ഇപ്പൊ അവളുടെ ഒപ്പം നിക്കണേന്ന്. അങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ. ഞങ്ങളിത് കുളം തോണ്ടിയിരിക്കാച്ചാ. മക്കളെ, ഓൾ ദ ബെസ്റ്റ്. പോയിട്ട് കേട്ടാ. വാടാ പിള്ളേരെ.
my walk and the talk got me close to you. Got the shades and the cap with my uniform too. Cause I am the man, you have seen me before. Got a lot of stitches coming more and more. And check it out.